ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എത്ര മനോഹരമായ വരികൾ. നമ്മുടെ യേശുവിൻ്റെയും അമ്മ ഒരാൾ തന്നെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം ഭാഗം. ഈ വചനത്തിലൂടെ പരിശുദ്ധ മറിയം ക്രിസ്തുമത വിശ്വാസത്തിൽ എളിമയുടെയും കീഴ്പ്പെടുത്തലിൻ്റെയും വലിയ മാതൃകയായി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വചനത്തിലൂടെ അനുസരണത്തിൻ്റെ മാതൃകയായി. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ വേളയിൽ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അമ്മയായി. യേശു കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശിഷ്യനായ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയും ലോകം മുഴുവൻ്റെയും അമ്മയായി. പാരമ്പര്യമായി എല്ലാ മെയ് മാസത്തിൻ്റെയും 31 ദിവസവും നമ്മൾ പ്രത്യേകമായി മാതാവിനെ ആചരിക്കുകയും പൂക്കൾ വയ്ക്കുകയും പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും അമ്മ നമ്മുടെ ഒപ്പം ഓടിയെത്തുന്നു. അമ്മയെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് വാക്കുകൾക്ക് അന്തമില്ലാതാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഴികാട്ടിയായി അമ്മ എന്നും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല മണികൾ ഉരുവിടുമ്പോൾ അമ്മയുടെ അടുക്കിലേക്ക് വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുവാൻ നമുക്ക് ഉന്മേഷം ലഭിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് അമ്മ. സ്വർലോക രാജ്ഞിയായി, നിത്യകന്യകയായി, രക്ഷകന്റെ അമ്മയായി, സമാധാനത്തിന്റെ രാജ്ഞിയായി, അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളിലൂടെ അമ്മ കടന്നു പോകുന്നു. നിത്യതയിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ അമ്മയുടെ ജീവിത മാതൃകയും മാധ്യസ്ഥവും നമുക്ക് തേടാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്.